2024 ജൂലൈ 13 രാവിലെ 10 മണി. കേരളം ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടത്. തലസ്ഥാന ഹൃദയത്തിലൂടെ ഒഴുകുന്ന ആമേഴഞ്ചൻ തോട് ശുചീകരിക്കാൻ ഇറങ്ങിയ തൊഴിലാളിയെ കാണാനില്ല. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തൂടെ ഒഴുകുന്ന ആമേഴഞ്ചൻ തോട്ടിന്റെ ഭാഗം ശുചീകരിക്കാൻ ഇറങ്ങിയ നെയ്യാറ്റിൻകര സ്വദേശി ജോയിയെയാണ് അന്ന് കാണാതായത്. മാധ്യമങ്ങൾ ഈ സംഭവം ഏറ്റെടുത്തു. അതോടെ കേരളം ഒന്നടങ്കം ജോയിക്കായി പ്രാർത്ഥനയായിരുന്നു. ആർക്കും തോട്ടിലേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത തരത്തിലായിരുന്നു മാലിന്യ കൂമ്പാരം. ഈ മാലിന്യം നീക്കാനായിരുന്നു ജോയിയും കൂടെയുള്ളവരും ഇറങ്ങിയത്. എന്നാൽ ഒഴുക്കിൽപ്പെട്ട് ജോയിയെ കാണാതാവുകയായിരുന്നു. ഫയർഫോഴ്സ്, NDRF വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ ശക്തമായ തിരച്ചിലാണ് നടന്നത്. അവർ പോലും ജീവൻ പണയം വെച്ചാണ് റെയിൽവേയുടെ ഭാഗത്തെ ടണലിൽ ജോയിക്കായി പരിശോധന നടത്തിയത്. എന്നാൽ പ്രാർത്ഥനകളെല്ലാം വിഫലമാക്കി 46 മണിക്കൂറിനൊടുവിലെ തിരച്ചിലിനൊടുവിൽ ജോയിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ജൂലൈ 13 രാവിലെ 10 മണിയോടെയായിരുന്നു മാരായിമുട്ടം സ്വദേശി ജോയിയും മറ്റ് 3 തൊഴിലാളികളും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഭാഗത്തെ ആമേഴഞ്ചൻ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയത്. കനത്ത മഴയിൽ പെട്ടെന്നുണ്ടായ ഒഴുക്കിൽ തോട്ടിലിറങ്ങി മാലിന്യം മാറ്റുകയായിരുന്ന ജോയിയെ കാണാതാവുകയായിരുന്നു. രക്ഷാപ്രവർത്തകർ മാലിന്യങ്ങൾക്കിടയിൽ മുങ്ങി തപ്പിയെങ്കിലും ജോയിയെ കണ്ടെത്താനായില്ല. റെയിൽപാളത്തിനടിയിലൂടെ തോട് കടന്നു പോകുന്ന തുരങ്ക സമാനമായ സ്ഥലത്ത് മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ വളരെ പ്രയാസപ്പെട്ടാണ് സ്കൂബ ഡൈവിംഗ് സംഘം ഇറങ്ങി തിരച്ചിൽ നടത്തിയത്. എന്നാൽ 2 ദിവസം തിരച്ചിൽ നടത്തിയിട്ടും ജോയിയെ കണ്ടെത്താൻ സാധിച്ചില്ല. ഒടുവിൽ ജോയിയെ കാണാതായ സ്ഥലത്തു നിന്നും 1.5 കിലോമീറ്റർ മാറി ജോയിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഇന്ന് ഓഗസ്റ്റ് 13. ജോയി മരിച്ചിട്ട് കൃത്യം 1 മാസം തികയുന്നു. തോട്ടിലെ മാലിന്യം കാരണം പൊലിഞ്ഞത് ഒരു ജീവനാണ്. എന്നിട്ടും അധികാരികൾ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയോ? ഇല്ലെന്ന് തന്നെയാണ് ആ ഉത്തരം. ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി റെയിൽവേയാണ് കരാർ നൽകിയത്. ആരും നോക്കിയാൽ അറപ്പുളവാക്കുന്ന വിധത്തിലായിരുന്നു ഈ ഭാഗത്തെ മാലിന്യ കൂമ്പാരം. തോടാണോ മാലിന്യവാഹിനിയാണോ എന്നറിയാൻ ആകാത്ത സ്ഥിതിയായിരുന്നു അവിടുത്തെ അവസ്ഥ. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ ആമേഴഞ്ചൻ തോട്ടിലെ മാലിന്യ പ്രശ്നം ഇത് ആദ്യത്തെ സംഭവമല്ല. വർഷങ്ങളായി തുടരുന്ന ദുരിതമാണ്. മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളുടെ ഭാഗമായി ഈ ഭാഗങ്ങളിൽ JCBയും തൊഴിലാളികളെയും ഉപയോഗിച്ച് മാലിന്യ നീക്കത്തിന് കോടികൾ പൊടിപിടിക്കാറുണ്ട്. എന്നാൽ ഒന്നും നടക്കാറില്ല. ഒടുവിൽ ശക്തമായ പ്രതിഷേധത്തിനൊടുവിലാണ് കോർപ്പറേഷൻ ഈ ഭാഗത്തെ മാലിന്യം നീക്കാൻ റെയിൽവേയോട് ആവശ്യപ്പെട്ടത്. ജോയി മരിച്ചിട്ട് 1 മാസമായിട്ടും റെയിൽവേ കനാലിലെ മാലിന്യ നീക്കത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സർക്കാർ വകുപ്പുകൾ മടിക്കുകയാണ്. ആമേഴഞ്ചൻ തോട്ടിലെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിലെ തീരുമാനപ്രകാരം 63 ലക്ഷം രൂപയുടെ പദ്ധതി ജലസേചന വകുപ്പ് തയ്യാറാക്കുകയും ചെയ്തു. എന്നാൽ അതിനോട് സഹകരിക്കാൻ റെയിൽവേ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതോടെ റെയിൽവേയുടെ ഭാഗത്തെ കനാലിന്റെ മാലിന്യം ഇപ്പോഴും അതേപടി കിടക്കുകയാണ്. ജോയി വീണ റെയിൽവേ തുരങ്ക കനാൽ ഭാഗത്തും മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുകയാണ്. സ്വന്തമായി മാലിന്യ സംസ്കരണ സംവിധാനം ഉണ്ടെന്ന് പറയുന്ന റെയിൽവേ ജോലിക്കായി തിരച്ചിൽ നടത്തിയ സമയത്ത് വാരിയ മാലിന്യം പോലും ആ പരിസരത്ത് തന്നെ കൂട്ടിയിട്ടിരിക്കുന്നു. റെയിൽവേ ഭൂമി ആയതിനാൽ അവരാണ് ഇത് മാറ്റേണ്ടതെന്ന് കോർപ്പറേഷൻ പറയുന്നു. എന്നാൽ അത് തങ്ങളുടെ പണിയല്ലെന്ന് റെയിൽവേയും. ഒരു ജീവൻ ഇല്ലാതായിട്ടും ഈ തർക്കം ഇപ്പോഴും തുടരുന്നു. ജലസേചന വകുപ്പും റെയിൽവേയും സഹകരിച്ച് മാലിന്യം നീക്കാൻ മുഖ്യമന്ത്രിയാണ് നിർദ്ദേശിച്ചത്. 120 മീറ്റർ മാലിന്യ നീക്കത്തിനാണ് 63 ലക്ഷം രൂപയുടെ പദ്ധതി തയ്യാറാക്കിയത്. ജലസേചന വകുപ്പ് പദ്ധതി റെയിൽവേക്ക് കൈമാറിയെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇത്രയും തുക ഒറ്റയ്ക്ക് ചെലവാക്കാനുള്ള മടി കാരണം ജലസേചന വകുപ്പും നിശബ്ദത പാലിക്കുകയാണ്. റെയിൽവേ കനാലിൽ നിന്നും 1.5 കിലോമീറ്റർ അകലെയുള്ള ഭാഗത്താണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ആ ഭാഗം ഇന്ന് പരിശോധിച്ചാൽ വൃത്തിയും വെടിപ്പുമാക്കി മാറ്റിയിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അതായത് റെയിൽവേക്ക് പുറത്തുള്ള ആമേഴഞ്ചൻ തോട്ടിന്റെ ഭാഗം വൃത്തിയാക്കാൻ ഒരു വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നു എന്നർത്ഥം. തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഈ ഭാഗങ്ങൾ ക്ലീൻ ആക്കിയത്. എന്നാൽ മാലിന്യത്തിൽ മുങ്ങിത്താണിട്ടും റെയിൽവേ ഭൂമിയുടെ തർക്കം പരിഹരിക്കാൻ ഇതുവരെ ആർക്കും കഴിയുന്നില്ല, അഥവാ ആരും ശ്രമിക്കുന്നില്ല എന്ന് സാരം.